ഇന്നത്തെ താരം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ള അതിഥി എന്ന് പറയുമ്പോൾ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഏറ്റവും വേഗമേറിയ കാലണ്ടർ അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിലുള്ള കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്ന വിദ്യുത് റാമാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പം വിദ്യുതിന്റെ അടുത്ത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വിവരങ്ങളൊക്കെ ചോദിച്ചാൽ. ഹായ് വിദ്യുത്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിവിടെ വന്നപ്പോൾ കണ്ട് ബാക്കിൽ ഫുൾ ട്രോഫീസ് ഉണ്ട്, അവാർഡ്സ് ഉണ്ട്, കുറെ സംഭവങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. ഇതൊക്കെ വിദ്യുതിന് കിട്ടിയതായിരിക്കും അല്ലേ? ഓക്കെ, എന്തൊക്കെയാണ് സ്കൂളിലെ വിശേഷങ്ങൾ? എന്തൊക്കെയാ? ഫ്രണ്ട്സ് ഉണ്ട്, ടീച്ചർമാരൊക്കെ നല്ല കാര്യമാണ്. അപ്പം മാത്സിലാണല്ലോ കുറെ ട്രിക്സ് ഒക്കെ കാണിക്കുന്നത്. എങ്ങനെയാണ് ഈ മാത്സിലേക്ക് എത്തപ്പെട്ടത്? അല്ലെങ്കിൽ ഇതിൽ ഇങ്ങനെ നമുക്ക് കുറെ സംഭവങ്ങൾ ട്രിക്സ് ഒക്കെ കാണിക്കാം, മെമ്മറി പവർ ഒക്കെ ഇത്ര ഉണ്ട് എന്നൊക്കെ എങ്ങനെയാ തിരിച്ചറിഞ്ഞത്? എങ്ങനെയാ? അത് എനിക്ക് ജന്മനാ കഴിവൊന്നുമില്ല, പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ്. ആർക്കും പ്രാക്ടീസ് ചെയ്തതിനകത്ത് എത്താൻ പറ്റും. വേദിക് മാത്സ്, അബാക്കസ് ഇതൊക്കെ പഠിച്ച ഇത് പറ്റും. ഞാൻ 5 വയസ്സ് മുതൽ ഈ കലണ്ടർ മെമ്മറൈസിങ് പഠിച്ചിരുന്നു. പിന്നെ അച്ഛൻ PSCയിലൊക്കെ ക്ലാസ് എടുക്കുന്ന അധ്യാപകനാണ്. അച്ഛൻ കുറച്ച് ട്രിക്കുകളൊക്കെ പഠിപ്പിച്ചു തന്നു. പിന്നെ കൊറോണ കാലത്തൊക്കെ അച്ഛനും അമ്മയും കൂടെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അങ്ങനെ കൊറോണ കാലത്താണ് ഞാൻ കൂടുതലും എനിക്ക് ഇത് പ്രയോജനപ്പെടുത്താൻ പറ്റും. അപ്പൊ മോനെ അറിയാമായിരുന്നല്ലേ എനിക്ക് മാത്സിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ മാത്സിൽ ട്രിക്സ് കാണിക്കാനൊക്കെയാണ് കൂടുതൽ ടാലന്റ് ഉള്ളതെന്ന് അറിഞ്ഞു അല്ലേ? മാത്സ് എനിക്ക് പൊതുവെ ഞാൻ എല്ലാ കൊച്ചിലോട്ട് എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് പഠിക്കുമ്പോഴൊക്കെ എനിക്ക് വീണ്ടും വീണ്ടും പഠിക്കാനും സ്കൂളിലെത്തിയപ്പോഴൊക്കെ ഒരു മാത്സ് ടീച്ചർമാരോടൊക്കെ കൂടുതൽ ഇഷ്ടമൊക്കെ ആയി. മാത്സ് ഒക്കെ എനിക്ക് ഈസിയാണ്. അപ്പൊ മാത്സ് അല്ലാണ്ട് വേറെ എന്തിലൊക്കെയാണ് ഒരു പാഷൻ അല്ലെങ്കിൽ എന്തൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളത്? അങ്ങനെ ചോദിച്ചാ അല്ല, ആർട്സിലോ സ്പോർട്സിലോ? അങ്ങനെ ഞാൻ കലോത്സവത്തിലും ഒക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ കലോത്സവത്തില് ജില്ലാ കലോത്സവത്തിലൊക്കെ പോയിരുന്നു. എന്തിലായിരുന്നു? ഏതൊക്കെ? അത് കഴിഞ്ഞ വർഷം ജില്ലാ കലോത്സവത്തില് ഞാൻ സംസ്കൃത പദ്യഞ്ചൊല്ലിൽ ഫസ്റ്റ് A ഗ്രേഡ് ഉണ്ടായിരുന്നു. പിന്നെ മോണോ ആക്ടില് സെക്കൻഡ് A ഗ്രേഡ് ഉണ്ടായിരുന്നു. കഥാപ്രസംഗത്തില് സെക്കൻഡ് A ഗ്രേഡ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ വർഷം 6ാം ക്ലാസ്സില് എനിക്ക് ഞാൻ തിരുവനന്തപുരം നോർത്ത് സബ് ജില്ലയിലായിരുന്നു. അവിടെ വെച്ച് 6 എണ്ണത്തിൽ A ഗ്രേഡ് ഉണ്ടായിരുന്നു. 3 ഫസ്റ്റും 2 സെക്കൻഡും പിന്നെ 1 തേർഡും ഉണ്ടായിരുന്നു. ജില്ലയിൽ പോയപ്പം ജില്ലയിൽ 3 ഐറ്റങ്ങൾ, ഫസ്റ്റ് കിട്ടിയ 3 ഐറ്റത്തിനാണ് പോയത്. ജില്ലയില് 3 എണ്ണത്തില് 1 തേർഡും പിന്നെ 2 A ഗ്രേഡും 1 B ഗ്രേഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടിട്ട് ഒരു ചെറിയ മോണാക്ട് ചെയ്താലോ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം എന്ന നോവലിന് ഒരു ചെറിയ ഭാഗം. ഹായ് പൂക്കൾ, പൂമ്പാറ്റകൾ, കിളികൾ, ഇനി പള്ളിക്കൂടത്തിലേക്ക് പോകാം. മകനെ, വിദ്യാഭ്യാസം ചെയ്യാൻ വന്നതാണോ മകനെ? ഈ പള്ളിക്കും പള്ളിക്കൂടത്തിനും ചില ചിട്ടാവട്ടങ്ങളൊക്കെ ഇല്ലേ മകനെ? അതുകൊണ്ട് മകന്റെ ആ പേര്, അപ്പന്റെ പേര്, അമ്മച്ചിയുടെ പേര്, സഭ അങ്ങനെ ചിട്ടയായിട്ടങ്ങ് പറ മകനെ. എന്റെ അപ്പന്റെ പേര് കേശവൻ നായരീന, എന്റെ അമ്മച്ചിയുടെ പേര് സാരാമേന്ന. ഇത് സാറാമ്മയുടെ കൊച്ചിന്റെ തന്ത കേശവൻ നായരോ? ഒന്നും അങ്ങോട്ട് ചേരുന്നില്ലല്ലോ. പിന്നെ എന്റെ പേര് ആകാശം മിഠായിന്ന, അപ്പൂപ്പൻ ഇട്ട പേരാ. പപ്പടക്ക് പിടിച്ചവനെ, നിനക്ക് ഈ സ്കൂളിൽ തന്നെ പഠിക്കണോ അല്ലടാ? അയ്യോ സാറേ വിളിച്ചാറേ, അയ്യോ സാറേ വിളിച്ചാറേ, ഞാൻ വേറെ എവിടെയെങ്കിലും പോയി പഠിച്ചോളാം സാറേ. കടക്ക് പുറത്ത് ചേത്താനും മോനെ കുളത്ത്. അപ്പം വിദ്യുത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫ്ലവേഴ്സിന്റെ കോമഡി ഉത്സവത്തില് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? എന്തായിരുന്നു? ഗണിതത്തിന്റെ സ്പന്ദനം അല്ല, അങ്ങനെയല്ല, ഭൂഗോളത്തിന്റെ സ്പന്ദനം ഗണിതത്തിലാണ് അല്ലെ? അപ്പൊ എങ്ങനെയാണ് ആ മീൻസ് ഫ്ലവേഴ്സിന്റെ വേദിയിലേക്ക് എത്തിയത്? എങ്ങനെയാ? അതായത് നമ്മൾ ആദ്യം ഫ്ലവേഴ്സിൽ കട്ടുറുമ്മിന്റെ ഓഡിഷന് നമ്മള് മെർമെയ്ഡ് ഹോട്ടലില് വിളിക്കുന്നു എന്ന് പറഞ്ഞത്. അങ്ങനെ എന്നെ മ്യൂസിക് പഠിപ്പിക്കുന്ന സാർ രതീഷ് സാർ എന്ന് പറയും. സാറിന്റെ കൂട്ടുകാരൻ സാബു സാർ അവിടെ ഫ്ലവേഴ്സില് നിത്യമായിട്ട് ഇങ്ങനെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അപ്പൊ സാബു സാർ വഴി നമ്മൾ അവിടെ വൈത്തില ഹബില് എത്തി. അവിടെ നമ്മള് മെർമെയ്ഡ് ഹോട്ടലില് ഒരു ദിവസം തങ്ങിയിട്ട് നമ്മൾ ഈ ഓഡിഷൻ ചെയ്ത്
അപ്പോഴ് ഓഡിഷൻ നടന്നപ്പോ അവര് നമുക്ക് ഈ എന്തിനാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ ഈ മോണോ ആക്ടും ഈ കണക്കിന്റെ സാധനമൊക്കെ ചെയ്തപ്പം അവര് പറഞ്ഞു ഇതെല്ലാം നമ്മളിവിടെ ഈ സ്പോട്ട് ഡബിങ് ആണ് ചെയ്യുന്നത്. അപ്പോഴ് നമുക്ക് ഇതിന് നല്ലൊരു വേദി കോമഡി ഉത്സവമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നമ്മൾ സാറുമായിട്ട് ബന്ധപ്പെട്ട് കോമഡി ഉത്സവത്തിന് ഓഡിഷന് നമ്മളവിടെ 14-ാം തീയതി ആയിരുന്നു എന്റെ ഷൂട്ടിങ്. അവിടെ ഓഡിഷന് എത്തി, നമ്മള് എന്നെ സെലക്ട് ആക്കി. നമ്മൾ കുറച്ച് താമസിച്ചാണ് എത്തിയത്. കുറച്ച് എത്തി സെലക്ട് ആക്കി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെ ഫ്ലവേഴ്സിൽ ചെയ്തത്. പിന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടോ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യാൻ? പിന്നെയാണ് എനിക്ക് ഓപ്പർച്യൂണിറ്റി വന്നു തുടങ്ങിയത്. കാരണം അത് വലിയൊരു പിന്നെ ആ ഒരു പ്രോഗ്രാം എനിക്ക് അതിനു മുമ്പ് അവതരിപ്പിക്കാൻ വേദികളൊന്നും ഇല്ലായിരുന്നു. അതാണ് എനിക്ക് ആദ്യമായിട്ട് ഈ കണക്കിന്റെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ കിട്ടിയ വേദി. അതാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് 20 ലക്ഷം പേര് അത് കണ്ടു. അവരത് ഫേസ്ബുക്കില് വൈറൽ ആക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് എന്നെ കുറെ സ്ഥലത്ത് സ്വീകരണത്തിന് വിളിക്കുന്നേക്കാണ്. അപ്പൊ അതിനുശേഷം ഒരുപാട് സ്വീകരണം പ്രോഗ്രാംസ് ഒക്കെ കിട്ടി അല്ലെ? അതിന് ശേഷം ചെയ്തൊരു വേദി എവിടെയാ? ആ പ്രോഗ്രാമിന് ശേഷം ചെയ്ത കുരിപ്രിയ ടിവിയിൽ തന്നെ ചെയ്തായിരുന്നു അവാർഡ് സെറമണിയില്. പിന്നെ കൊടുമൂട്ടിൽ അമ്പലത്തിലും അതിനു മുമ്പ് ഒക്കെ കലോത്സവത്തിലും പിന്നെ 4-ാം ക്ലാസ്സിൽ വെച്ച് ഗണപതി ക്ഷേത്രത്തില് വെച്ച് ഞാൻ ഗീതാപാരായണത്തിലും ലളിതാ സഹസ്രനാമത്തിലും ഫസ്റ്റ് കിട്ടി. അങ്ങനെ ഒരു സകലകലാ വല്ലഭനാണ് അല്ലേ? ലളിതാ സഹസ്രനാമം ഞാനപ്പാനുണ്ടോ? ഞാനപ്പാൻ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നത്. ലളിതാ സഹസ്രനാമം എങ്ങനെയാ? മീൻസ് ഫുൾ കാണാതെ? അല്ല, ഞാനപ്പാനാണ് അറിയുന്നത് അല്ലെ? ബാക്കി നോക്കി. പിന്നെ എങ്ങനെയാ രാമായണം? രാമായണല്ല, ഭഗവത്ഗീത, ലളിതാ സഹസ്രനാമം, ജ്ഞാനപ്പാന. ഓക്കെ. അപ്പൊ ജ്ഞാനപ്പാനയില് മോന് ഇഷ്ടപ്പെട്ട ഒരു 3-4 ലൈൻസ് പാടും. അപ്പൊ വിദ്യുത് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ലളിതാ സഹസ്രനാമത്തിലെ ഒരു 4 ലൈൻസ് അല്ലെ ധ്യാന ശ്ലോകം പഠിക്കും. ഓം സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീമാപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നകടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം. നന്നായിട്ട് പാടി. പിന്നെ വേൾഡ് റെക്കോർഡ് കിട്ടിയല്ലോ, അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? അത് വൈലോപ്പള്ളി സംസ്കൃതി ഭവനില് ഞാൻ കീ ഫ്രെയിംസിന്റെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ പോയതായിരുന്നു. അപ്പോഴവിടെ അതൊരു നല്ല വേദിയായിരുന്നു. GS പ്രദീപ് ഒക്കെ വന്നായിരുന്നു. അതുകൊണ്ട് അവിടെ വെച്ച് ഈ വേൾഡ് റെക്കോർഡിന്റെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ ഒരു ട്രയൽ നടത്തി. അവർക്ക് തീരെ സമയക്കുറവൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഒരു ട്രയൽ ചെയ്ത് അത് അവർക്ക് അയച്ചു കൊടുത്ത്. എന്നിട്ട് അത് 2022 ജൂലൈയിലാണ് ചെയ്തത്. എന്നിട്ട് അത് 6 മാസം കഴിഞ്ഞിട്ട് അവരുടെ മെസ്സേജ് വന്ന് എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പം ഈ വേൾഡ് റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു എക്സ്പീരിയൻസ്, വീട്ടുകാരുടെ അച്ഛൻ, അമ്മ, അതുപോലെ നാട്ടുകാരുടെ ഒരു സ്വീകരണം, ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് എഴുതിക്കൊണ്ടായിരുന്നു കൂടുതൽ മൊമെന്റും പിന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ ആൾക്കാരൊക്കെ അറിഞ്ഞ് വിദ്യുതിനെ എല്ലാരും അറിയാൻ തുടങ്ങി അല്ലേ? നാട്ടുകാരൊക്കെ ഇങ്ങനെ പറയുമോ നമ്മുടെ കുട്ടിയാണ് വിദ്യുത്, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അച്ഛനും അമ്മയൊക്കെ എന്താണ് അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാ? എല്ലാത്തിനും സപ്പോർട്ട്, വേദികൾ കിട്ടാനായിട്ട് രണ്ടുപേരും ഒരുപോലെ സപ്പോർട്ട് ആയിരിക്കും അല്ലെ? പിന്നെ എങ്ങനെയാണ് ഈ ഒരു മത്സരങ്ങൾക്കൊക്കെ പോവാനും അല്ലെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉണ്ടായ ഒരു തുടക്കം എവിടുന്ന, എങ്ങനെയാ? തുടക്കം ഞാൻ 5-ാം ക്ലാസ്സിൽ വെച്ച് അഞ്ചാമത്തെ വയസ്സിൽ വെച്ചൊക്കെ
അച്ഛൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാന്ന് വിചാരിച്ച്. അത് തുടങ്ങിയില്ല, അത് ഈ അടുത്ത കാലത്താണ് തുടങ്ങിയത്. അങ്ങനെ കുറെ ട്രയലൊക്കെ ചെയ്ത് അതിനകത്ത് ചെയ്യാനായിട്ട് കലണ്ടറൊക്കെ മെമ്മറൈസ് ചെയ്ത് അങ്ങനെ അബാക്കസ് ഒക്കെ പഠിച്ച് അവിടെ നിന്നാണ് തുടങ്ങിയത്. അപ്പൊ അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ തുടങ്ങിയത് അല്ലെ, ട്രിക്സ് ഒക്കെ. അപ്പൊ ഇപ്പൊ മോനെന്ത് തോന്നുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന മാത്സിന്റെ ട്രിക്സ് ഒക്കെ ഇനിയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം, കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടോ? തീർച്ചയായിട്ടും. കൂടുതൽ കൂടുതൽ കാൽക്കുലേഷൻസ് അല്ലെ. നമുക്കൊരു ട്രിക്കിലേക്ക് പോയാലോ? അപ്പൊ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ് വിദ്യുതിന്റെ ട്രിക്സ് കാണാൻ വേണ്ടിട്ട് അല്ലെ. അപ്പൊ നമുക്ക് വിദ്യുതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്സ് എന്ന് തുടങ്ങാം. ഞാനിവിടെ കുറച്ച് നമ്പേഴ്സ്, അതായത് ഇയേഴ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം വിദ്യുത് അതിന്റെ ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് പറയണം? ഡേ അല്ലേ പറയാ, വീക്ക് പറയാം. അപ്പൊ ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞോട്ടെ. 1979 October 4th. 1979 October 4th. Okay. Second, 1998 April 6th. Third one, 1969 June 3rd. Fourth and last one, 1947 January 2nd. January 2nd. First Thursday, second Monday, third Tuesday, fourth Thursday. Yeah, correct. ഇത്ര പെട്ടെന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു? അതെങ്ങനെയാണ്, അതിന്റെ ട്രിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ഒരു വർഷം കിട്ടുമ്പോ അതിനെ 4 ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നല്ലേ. എന്നാലും കുറച്ച് കടുപ്പമാണ്. ഞാനിവിടെ ഇരുന്ന് നോട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുക ഏതായിരിക്കും. അപ്പോഴേക്കും ആൾ ആൻസർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് സിമ്പിൾ ആയിരുന്നേ. ഇനി അടുത്തതെന്ന് വെച്ചാല് വിദ്യുതിനെ കൊണ്ട് ഞാനൊരു പാട്ട് പഠിക്കും. അപ്പൊ വിദ്യുത് പാട്ട് പാടിക്കൊണ്ട് ഇരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ഇതുപോലെ ഇയേഴ്സ് പറയും. അപ്പൊ ലാസ്റ്റ് വീക്ക് പറയുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്കും ഒരു പാട്ട് പാടിയാലോ? ഒരു ഫോക്ക് സോങ്. പാലും പല്ലോ അറിയോ? അപ്പൊ ആ പാട്ട് പഠിക്കോ, ഞാൻ അതിന്റെ ഇടയിൽ ചോദിക്കാം. ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട്. പാലോം പാലോം നല്ല നടപ്പാലം 1939 പിടിച്ച് October നേരം ആയൂരു പാലത്തിന്റെ തുണിയിൽ നിന്നും 49 പൊന്നോ എന്നൊരു April വിളിയും കേട്ട് 6th പൊന്നോ എന്നൊരു 1759 എന്താപ്പ ഒരു വിളിയും 3rd എന്റെ അമ്മ February മണ്ണായെന്ന് 7th അപ്പൻ തന്നല്ലേ പറയാറുള്ളു. മോൻ ആൻസർ പറഞ്ഞേ. ഫസ്റ്റ് തേഴ്സ്ഡേ, സെക്കൻഡ് ഫ്രൈഡേ, തേർഡ് തേഴ്സ്ഡേ, വെരി ഗുഡ്, ഫോർത്ത് സൺഡേ. യെസ്, കറക്റ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് പറയാ, ടാലന്റ് എന്നൊക്കെ പറയില്ലേ, ടാലന്റഡ് ഗൈ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് എനിക്കിപ്പോ പറയാൻ തോന്നുന്നത്. ഇപ്പൊ ഞാനൊക്കെ ഇരുന്ന് ആലോചിക്കുകയാണെങ്കിൽ ചിലപ്പോ ഈ ഒരു വർഷം മുഴുവൻ ഇരുന്ന് ആലോചിക്കേണ്ട ഒരു ഇത്ര പെട്ടെന്ന് പറയാൻ വേണ്ടിട്ട്. അത് ശരിക്കും എന്താ പറയാ, ഗിഫ്റ്റഡ് ടാലന്റ് എന്നൊക്കെ പറയില്ലേ, ഫ്രം ദി ഗോഡ്. നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്താലും നമ്മുടെ ഉള്ളിൽ ആ ഒരു ടാലന്റ് ഉണ്ടെങ്കിലല്ലേ നമുക്കത് പോളിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ വിദ്യുതിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ടാലന്റ് ഉണ്ട് അല്ലേ. അത് മാത്രല്ല, നന്നായിട്ട് പാടും. മിമിക്രി നമ്മൾ കണ്ടില്ലായിരുന്നല്ലോ, മിമിക്രി ചെയ്തില്ലായിരുന്നു. മോണാക്ട് അല്ലേ ചെയ്തത്. മിമിക്രി ചെയ്യാനുണ്ടോ എന്തെങ്കിലും പോർഷൻ? നോക്കിയാലോ. അപ്പൊ വിദ്യുത് പാട്ട് പാടിയിട്ട് നമുക്ക് ട്രിക്സ് കാണിച്ചു തന്നു. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നതാണ് മിമിക്രി. മിമിക്രി ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ലാസ്റ്റ് വിദ്യുത് നമുക്ക് ആൻസർ പറഞ്ഞുതരും. നോക്കാം, തുടങ്ങിക്കോ. മിമിക്രിയിൽ ആദ്യം അവതരിപ്പിക്കാൻ പോകുന്ന അച്യുതാനന്ദൻ സഖാവ് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കണമെങ്കിൽ 5430 അരിവാൾ ചിഹ്നത്തിൽ 6341 മൈനസ്
2140. 9639. വെരി ഗുഡ്. Thank you. ഭയങ്കര സംഭവം കേട്ടോ. ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത് ഇത് എങ്ങനെയാ പറയാൻ പോകുന്നത് എനിക്കായിരുന്ന ടെൻഷൻ ഇവിടെ. പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു. അപ്പൊ വിദ്യുത് ഹുല ഹൗസ് കറക്കിക്കൊണ്ടാണ് ഇനി അടുത്ത ട്രിക്സ് നമുക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പോകുന്നത്. വിദ്യുത് സ്റ്റാർട്ട് ചെയ്തു, ഞാൻ ചോദിക്കാം കേട്ടോ. 1349 into 3. 4047. യെസ്, വെരി ഗുഡ്. അടുത്ത ചോദിക്കട്ടെ. 8 into 142. 142. 1136. യെസ്, വെരി വെരി ഗുഡ്. ഇറ്റ്സ് ലൈക്ക് മാജിക്. Thank you. അതെങ്ങനെ അറ്റ് എ ടൈമിൽ ഇങ്ങനെ എന്താ പറയാ, ഇത് ഹുല ഹോപ്സ് കറക്കുന്ന അതിൻ്റെ ഇടയിൽ മാത്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, എങ്ങനെ സാധിക്കുന്നതല്ല? പ്രാക്ടീസ് തന്നെയാണല്ലോ ഇത്. ഇപ്പൊ വിദ്യുത് കലോത്സവ വേദിയിൽ ഇങ്ങനെ ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തിയിട്ട് ഓരോ ഐറ്റംസിലും ഇങ്ങനെ പ്രൈസ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് അല്ലെ. മോണോ ആക്ട്, കഥാരചന, മിമിക്രി, പിന്നെന്തൊക്കെയാണ്, കഥാപ്രസംഗം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പൊ ആരാണ് ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നത് വിദ്യുത്തിന്? അത് പട്ടാഴിയിലുള്ള സദാശിവ സാർ എന്ന് പറയും. സാറാണ് എന്നെ മോണാക്ട് പഠിപ്പിച്ചത്. മോണാക്ട് പിന്നെ പാടകം ക്ഷേത്രത്തിലൊക്കെ അവതരിപ്പിക്കാനായിട്ട് അങ്ങനെ ഇഷ്ടംപോലെ സാറ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ പാട്ട് പഠിപ്പിക്കുന്നതും കോമഡി ഉത്സവത്തിലൊക്കെ എന്നെ എത്തിച്ചത് എൻ്റെ പാട്ട് സാറ് രതീഷ് സാറാണ്. പിന്നെ അബാക്കസ് സാറ്, അബാക്കസിനെ പഠിപ്പിച്ചത് രഞ്ജിത്ത് സാറാണ്. അബാക്കസ്. അപ്പം ഈ ടീച്ചേഴ്സിനോടൊക്കെ ഒരു നന്ദി പറയാനുണ്ടാവില്ലേ വിദ്യുത്തിന്, ഇത്രയും നല്ല രീതിയിൽ. അപ്പം പ്രേക്ഷകരോട് അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയെ നോക്കി തന്നെ പറഞ്ഞു എന്നെ ഈ നിലയിൽ എത്തിച്ചതിനും എനിക്ക് കുറേ നേട്ടങ്ങൾ സമ്മാനിച്ചു തന്നതിനും ഈ അധ്യാപകരോടെല്ലാം എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ മോനെ, ഒളിമ്പിയാഡ്സിൽ ഏതൊക്കെ റാങ്കുകളാണ് കിട്ടിയിട്ടുള്ളത്? അതുപോലെ തന്നെ വൈറോളജി ഡിപ്പാർട്ട്മെന്റിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ടും കൂടി ഒന്ന് പറഞ്ഞു. ആദ്യം ഒളിമ്പിയാഡ്സിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞു. ഒളിമ്പിയാഡില് 2022 ഇന്റർനാഷണൽ അബാക്കസ് ഒളിമ്പിയാഡില് 4th റാങ്കും 2023 അതിന് തന്നെ ഫസ്റ്റ് റാങ്കും കിട്ടി. പിന്നെ 2022 ഐനമോ നാഷണൽ ഒളിമ്പിയാഡ് കോൺടെസ്റ്റില് 8th റാങ്കും 2023 അതേ കോൺടെസ്റ്റിന് 6th റാങ്കും കിട്ടി. പിന്നെ സംസ്കൃതം സ്കോളർഷിപ്പ്, അങ്ങനെ ഇഷ്ടങ്ങൾ സ്കോളർഷിപ്പ് കിട്ടി. അത് പിന്നെ വൈറോളജി ഡിപ്പാർട്ട്മെന്റ് തോന്നക്കിൽ സയൻസ് ഫെസ്റ്റ് നടന്ന അവിടെ വെച്ച് എനിക്കൊരു വേദി കിട്ടി. സന്തോഷം ചെയ്യാൻ പറ്റിയല്ലോ അല്ലെ. പിന്നെ ഫാമിലിയിലേക്ക് വരുമ്പം അച്ഛൻ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ വന്നപ്പോൾ കണ്ടു അച്ഛൻ്റെ ഒരു ഭയങ്കരമായിട്ട് സപ്പോർട്ടിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അച്ഛൻ അല്ലേ. അച്ഛനും അമ്മയും ഒരുപോലെ ഉണ്ട്. എന്നാലും ആദ്യം അച്ഛനെ പറ്റി പറയാം, എന്നിട്ട് അമ്മേന്റെ. അച്ഛൻ എന്നെ ട്രിക്കൊക്കെ പഠിപ്പിച്ചത്, വേദിക് മാത്സ് ഒക്കെ അച്ഛൻ ക്ലാസ് എടുത്തപ്പോൾ പഠിപ്പിച്ചു തന്നത്. പിന്നെ അബാക്കസ് ഒക്കെ അച്ഛൻ ഇത് ചേർത്തത്. അച്ഛൻ ഇവിടെ പാൽക്കൂടിൽ ഫ്രാഞ്ചൈസി ഒക്കെ എടുത്ത് ചേർത്തു. അങ്ങനെ അച്ഛൻ സപ്പോർട്ട് ചെയ്തു. പിന്നെ കുറെ സ്റ്റേജൊക്കെ അച്ഛൻ മേടിച്ച് തന്നു. അങ്ങനെയൊക്കെ. പിന്നെ അമ്മ വീട്ടിൽ അച്ഛൻ കൂടുതൽ ഓഫീസിൽ പോകുമ്പോഴും അമ്മ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ഹോംവർക്ക് അല്ലാതെ ഈ അബാക്കസിൽ ആ വർക്കുകളൊക്കെ ചെയ്യിപ്പിക്കുകയും അതൊക്കെ അമ്മയാണ് ചെയ്യിപ്പിക്കുന്നത് അല്ലേ. അതെ, ഞാനിവിടെ വന്നപ്പോ കണ്ട ഒരു കാഴ്ച അതന്നെ കേട്ടോ. വിദ്യുതിന്റെ അമ്മ, അച്ഛൻ, അതുപോലെ ഒരു കുഞ്ഞനിയൻ ഉണ്ട് അല്ലേ. അപ്പൊ അമ്മ അച്ഛൻ ഇങ്ങനെ വിദ്യുതിന്റെ ഒപ്പം നിൽക്കാണ്. അത് ചെയ്യും മോനെ, ഇത് ചെയ്യും, അത് പറയും, ഇത് പറയുന്നത് ഭയങ്കര സപ്പോർട്ടാണ് രണ്ടുപേരും. പിന്നെ എന്തൊക്കെയാണ് വിദ്യുത് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്താ പ്രേക്ഷകരോട് എന്നെ ഇത്ര സപ്പോർട്ട് ചെയ്തതിനും പിന്നെ എനിക്ക് ഇത്രയും ആദരവുകൾ തന്നതിനും ഇതിന് പിന്നില് എന്നെ വാനോളം ഉയർത്തിയതിനും ഒക്കെ എൻ്റെ പ്രത്യേക നന്ദി അറിയിച്ചു. അപ്പൊ മോനെ വിദ്യുത്, അടുത്തത് ഞാൻ തരാൻ പോകുന്ന ഒരു കുഞ്ഞ ടാസ്ക് എന്ന് പറയുമ്പോൾ ഒരു 13 ഡിജിറ്റ്സ് നമ്പറിനെ 13 ഡിജിറ്റ്സ് കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. റെഡിയാണോ? അപ്പൊ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഓൾറെഡി.
കേട്ടോ. നമ്പേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാനത് വിദ്യുതിന് തരാം. കഴിഞ്ഞോ? ഞാൻ നമ്പേഴ്സ് ഒന്ന് പറയട്ടെ, എന്നിട്ട് അത് അതിലേക്ക് കാണിക്കണേ, ക്യാമറയിലേക്ക് കാണിക്കണേ. 1 5 3 4 7 8 2 4 3 1 6 7 5 8 4 6 5 2 1 7 5 6 8 3 and 2 4. കറക്റ്റ് അല്ലേ? യെസ്, വെരി ഗുഡ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടോ. ഇനി അടുത്തത് ഞാൻ വിദ്യുതിന്റെ അടുത്ത് ചോദിക്കാൻ പോകുന്നത് ക്യൂബ് റൂട്ട്സിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമ്മൾ ഈ സിംഗിൾ കുഞ്ഞു കുഞ്ഞു നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അതായത് ഇപ്പം 8ന്റെ ക്യൂബ് റൂട്ട് 2 എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. പക്ഷെ അത് വലിയ നമ്പേഴ്സിലേക്ക് ഒരു 6 ഡിജിറ്റ്സ് ഒക്കെ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം വിദ്യുത് പറയുന്നത് ഞാനിത് ചോദിച്ച് ഒരു 2 മിനിറ്റിനകത്ത് തന്നെ വിദ്യുതിന് ആൻസർ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം. 6 3 6 0 5 6 86. യെസ്. നെക്സ്റ്റ് ചോദിച്ചോട്ടെ. 9 4 1 1 9 2. 98. വെരി ഗുഡ്. അടുത്തത് 6 5 8 5 0 3. 87. വെരി ഗുഡ്. അങ്ങനെ വീണ്ടും വിദ്യുത് വിജയിച്ചിരിക്കുന്നു. അപ്പം നമ്മോടൊപ്പം ഇത്ര നേരം നിന്ന് സംസാരിച്ചത് വിദ്യുതാണ്. ഏറ്റവും വേഗമേറിയ ഹ്യൂമൻ കാൽക്കുലേറ്റർ അല്ലെങ്കിൽ വേഗമേറിയ ഹ്യൂമൻ കാലണ്ടർ എന്നൊക്കെ അറിയപ്പെടുന്ന വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചിട്ടുള്ള വിദ്യുതാണ് നമ്മളോടൊപ്പം ഇത്രയും നേരം ഇരുന്നിട്ട് കുറേ ട്രിക്സ് ഒക്കെ നമുക്ക് വേണ്ടി കാണിച്ചു തന്നു. അതായത് ഈ ഒരു 11 വയസ്സിലെ ഒരു കുട്ടിക്ക് കാണിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തെ ഒരു ലെവലിലേക്കാണ് വിദ്യുത് പോയിട്ട് ഓരോ ട്രിക്സും നമുക്ക് വേണ്ടി കാണിച്ചു തന്നത്. അതായത് നമുക്ക് ഈ ഒരു 11 വയസ്സ് ഏജ് എന്ന് പറയുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് അല്ലെങ്കിൽ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ഒരു കുട്ടിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ അത്രയും വിദ്യുത് പറഞ്ഞത് വിദ്യുത് ചെയ്യുന്ന പ്രാക്ടീസ് ആണ് ഈ ഒരു ലെവലിലേക്ക് വിദ്യുതിനെ എത്തിച്ചത്. അതിന് വിദ്യുതിന്റെ അച്ഛനും അമ്മയും എല്ലാവരുടെയും ഒരു സപ്പോർട്ടും കൂടി ഉണ്ട്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് വീണ്ടും പുതിയൊരു എപ്പിസോഡിലൂടെ കണ്ടുമുട്ടാം. താങ്ക് യു.